യോഗം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയല്ലേ ഡോക്ടറെ. നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിപ്പിക്കണം എന്തുട്ടാ? നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കാനല്ലേ. എന്നിട്ട് ഇവിടെ ആരാ സുഖമായിട്ട് ജീവിക്കണേ? ഇപ്പൊ തന്നെ ഒരു ഫാമിലി നടന്നു വരുമ്പോ നമ്മളെ അവറ്റോട് ചോദിക്കണ്, ഏയ് എന്തുട്ടൊക്കെ വിശേഷം, സുഖമായിട്ടിരിക്കണ? അപ്പൊ ഒരു പറയും, പിന്നെ നമ്മള് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കല്ലേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ചങ്ങാടി ചോദിക്കാവോ എങ്ങനെയുണ്ടെന്ന്, അവര് പറയും ഒന്നും പറയണ്ട ഭായ്, മൊത്തം പ്രശ്നമാണ്. പിന്നെ അങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ജീവിക്കണു. അങ്ങനെ പറയണൊരടി മുഴുവൻ ആളുകളും. ചേച്ചി, ഈ കുടുംബ സമാധാനം സന്തോഷം എന്നൊക്കെ പറയണതേ കടയിൽ പോയി കാശ് കൊടുത്ത കിട്ടുന്ന സാധനമല്ല. നല്ല മനസ്സോടെ ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ മാത്രമേ ആ സമാധാനം കിട്ടൂ. ഹലോ. ഹലോ സുമതി. ഞാൻ വിളിച്ചതേ അഡ്വക്കേറ്റ് രഘുരാമനേക്കാൾ നല്ലൊരു വക്കീലിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് റഹ്മാൻ. സംശയത്തിന്റെ പേരില് അയാള് തന്നെ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആളാ. പിന്നെ കാശ് അല്പം കൂടിയാലും കേസ് ജയിക്കും ഉറപ്പാ. മേനോൻ സാറേ, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു നല്ല വക്കീലുണ്ട്. ഹലോ 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 ഹലോ, മേനോൻ ചേട്ടനാണോ? മേനോൻ ചേട്ടാ, ഞാൻ സുധൻ. ഒരു അത്യാവശ്യം വിളിച്ച അമ്മായി എപ്പോഴും ഇങ്ങനെയാ. ഞാൻ കൊടുക്കാട്ടോ. എന്ത് കട്ടിയാനോ? കട്ടിയാനാണോ അമ്മായി? കട്ടിയാം. അയ്യേ. ചേച്ചി, ഹലോ ചേച്ചി. ഹലോ. ചേച്ചി, അനുമോൾക്കൊന്ന് ഫോൺ കൊടുക്കോ? എന്തിനാ? ഒരു കാര്യം പറയാനേ ചേച്ചി. അവള് പനിയായിട്ട് കിടക്കാണ്. ചേച്ചി, ഒരു മിനിറ്റ്. ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഇത്രയും ദിവസം വഴക്കടിച്ച് പിരിഞ്ഞ് മാറി നിന്നപ്പോൾ നിങ്ങളെ മാത്രം ആലോചിച്ച് കരഞ്ഞ അനുമോളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛനമ്മമാർ അവരവരുടെ ന്യായങ്ങൾ പറഞ്ഞ് തമ്മി തല്ലുമ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന് വിതുമ്പുന്ന ആ കുഞ്ഞു മക്കളെ ആരും കാണാറില്ല ചേച്ചി. മാറി നിന്ന് ചങ്ക് പൊട്ടിക്കരയണ മക്കളുടെ കരച്ചിലൊന്നും ആരും കേൾക്കാറില്ല. വഴക്കിനൊടുവിൽ ആ അമ്മയിരുന്ന് കരയുമ്പോഴേക്കും അമ്മയുടെ കണ്ണിൽ കരട് പോയതല്ലേ എന്ന് പറഞ്ഞ് അതേ മക്കൾ തന്നെ അമ്മയുടെ കണ്ണ് തുടപ്പിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്യും. യാതൊരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ വഴക്കിടരുത്. ഈ കുട്ടിയുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്ന അതേ അച്ഛനമ്മമാർ തന്നെ കുടുംബ വഴക്കിന്റെ പേരിൽ കോടതി വരാന്തയിൽ വെച്ച് സ്വന്തം കുട്ടികളെ പരസ്പരം കൈമാറുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിട്ടും അനാഥരെ പോലെ കഴിയുന്ന കുട്ടികൾ.
സ്വന്തം കുട്ടികളോട് ചിലർ ചെയ്യുന്ന ക്രൂരതകൾ ഇത് മാത്രമല്ല ചേച്ചി. മാസത്തിൽ ഒരിക്കൽ മാത്രം കോടതിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾ, കണ്ടു കൊതി തീരാത്ത, ഒന്നിച്ച് കളിച്ചും മതിയാവാത്തവർ. അമ്മയുടെ പിണക്കം മാറില്ല. അച്ഛനെ കൊണ്ടുപോകും.